ലൈബ്രറി പ്രസ്ഥാനത്തിലൊരു വലിയ ജനകീയ പദ്ധതിക്ക് നേതൃത്വം കൊടുക്കുന്ന ഈ പരിപാടികളുടെ ഭാഗമായിട്ട് സംസ്ഥാനത്തിന് തന്നെ മാതൃകാപരമായ ചില കാര്യങ്ങളോട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെ ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ് ഇതിന്റെ സംഘാടകർ. ഞാൻ മനസ്സിലാക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഞങ്ങൾ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറിയായിട്ടൊക്കെ സംസാരിക്കും പറഞ്ഞത് ഇവിടുത്തെ 200ഓളം വാർഡുകൾ ഒഴിച്ച് ബാക്കി എല്ലാ വാർഡുകളിലും ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലും ഇപ്പൊ ലൈബ്രറികൾ വന്നു അതിന് നടത്തുന്ന ഇനിഷ്യേറ്റീവ് ഇനിയിപ്പോൾ അടുത്തൊരു കുറച്ച് സമയം കൊണ്ട് അതുകൂടി പൂർത്തീകരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഏറ്റവും കൂടുതൽ ലൈബ്രറികൾ എന്ന നിലയിലേക്കുള്ള പ്രവർത്തനം വരികയാണ്. മറ്റു ജില്ലകൾക്കും മാതൃകയാക്കാവുന്ന ചില കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. അത് തന്നെ ശ്രീ ശിവദാസന്റെ MP ആയ സമയത്ത് തന്നെയാണ് ബഡ്ജറ്റിന്റെ സമയത്ത് ഒരു പ്രത്യേക പദ്ധതിക്കായിട്ട് പണം ചോദിച്ചു 1 കോടി രൂപയാണ് എന്ന് വെച്ചതെന്നാണ് ഓർമ്മ. അത് വേണ്ടത്ര ഉപയോഗിക്കാൻ പറ്റിയില്ലെന്നാണ്. എന്തായാലും അതിന്റെ സാങ്കേതിക കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റി അത് ഉപയോഗിക്കാനുള്ള നടപടിക്രമം സ്വീകരിക്കാമെന്ന് ആദ്യം തന്നെ ഞാൻ പറയുകയാണ്. ലൈബ്രറിയുടെ ഇങ്ങനൊരു വിപുലീകരണത്തിന് വേണ്ടിയിട്ട് ആദ്യമായിട്ടാണ് പ്രത്യേക പദ്ധതിയായിട്ടാണ്. അപ്പൊ അത് ആ പ്രത്യേക പദ്ധതിക്കാണ് 1 കോടി രൂപ അന്ന് അനുവദിച്ചത്. അപ്പോഴും ഞാനൊരു കാര്യം പറഞ്ഞു, നിരന്തരമായിട്ട് ഇതിന്റെ ചെലവൊക്കെ വരുമ്പോഴത്തേക്ക് അത് നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും, വലിയ ബാധ്യതയായിരിക്കും എന്ന് പറയുകയും ചെയ്തു. കാരണം എപ്പോഴൊരു റൈഡർ ഇട്ടിട്ടായിരിക്കും ഫിനാൻസ് വകുപ്പ് കാര്യങ്ങൾ ഇടപെടുക. സ്ഥിരമായിട്ടല്ല, 1 ടൈം എന്ന നിലയിലാണ്. അതിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നോക്കുന്നത്. ലൈബ്രറികളുടെ പ്രാധാന്യത്തെ പറ്റി നല്ല സംസാരങ്ങളോട് നടന്നിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. പ്രസംഗങ്ങൾ ഇപ്പൊ സാധാരണഗതിയിൽ കേൾക്കുന്നതിനേക്കാളും അധികമാണ് നമ്മുടെ പോലീസ് കമ്മീഷണറിൽ നിന്ന് കേട്ടത്. പുസ്തകങ്ങൾ അതുപോലെ വായിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ധാരാളം ചെറിയ പ്രസംഗത്തിലൂടെ തന്നെ പ്രശസ്തമായ ചില സംഭവങ്ങൾ, കഥകൾ, നോവലുകൾ, അതിലെ കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി. അപ്പൊ നല്ലതുപോലെ വായിക്കുക എന്നുള്ളത് പുതിയ തലമുറ നല്ലതുപോലെ ചെയ്യുന്നുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള വായന ആയിരിക്കില്ല. വായന പലപ്പോഴും ഓൺലൈൻ ആവുന്നുണ്ട്, പുസ്തകങ്ങൾ വരുന്നുണ്ട്, കുറേയേറെ പേര് വായിക്കുന്നുണ്ട്. എന്നാൽ എല്ലാവരും അങ്ങനെ വായിക്കുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. വായന തന്നെ സെലക്ടഡ് റീഡിംഗ് ആണ്. വായനശാലകളിൽ പുസ്തകങ്ങളും ഗ്രന്ഥത്തിന്റെ അവലോകനവും മാത്രമല്ല, ദൈനംദിന പത്രം വായനയാണ് ഏറ്റവും പ്രധാനം എന്നുള്ളതാണ്. കാരണം കറണ്ട് അഫയേഴ്സ് ഇല്ലെങ്കിൽ ഒരു അഫയേഴ്സും കൊണ്ട് നമുക്ക് ഗുണമില്ല എന്നുള്ളത് പ്രധാനമാണ്. പത്രങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നു. പത്രങ്ങളുടെ ഏറ്റവും പ്രമുഖമായ പത്രങ്ങളുടെ തന്നെ കോപ്പി 10, 25, 30% ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഒരു വല്ലാത്ത പ്രവണതയാണ് കേരളത്തിൽ. ഇന്ത്യ ലോകത്താകെ ഉണ്ട്, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പത്രം വായിക്കുന്ന, അല്ലെങ്കിൽ പെർ 1000 ഏറ്റവും കൂടുതൽ റീഡേഴ്സ് ഒക്കെ ഉള്ളത് കേരളത്തിൽ തന്നെയാണ്. അവിടെ പോലും ബാധിക്കുന്നത് അത് പലപ്പോഴും പത്രങ്ങൾ തുറക്കാതിരിക്കുകയും നമ്മൾ ഓൺലൈനിൽ കിട്ടുന്ന വാർത്തകൾ, നമ്മുടെയുള്ള സോഷ്യൽ മീഡിയ വരുന്ന വാർത്തകൾ മാത്രം വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്നതിന്റെ അപകടങ്ങളുണ്ട്. പലപ്പോഴും വസ്തുതകളായിരിക്കില്ല നമുക്ക് വരിക. അതുകൊണ്ട് ഈ വായന എന്ന് പറയുന്നത് പുസ്തകങ്ങൾ വായിക്കുകയും സെലക്ടഡ് ആയിട്ടുള്ള റീഡിംഗ് മാത്രമല്ല, ജനറൽ റീഡിംഗും വളരെ പ്രധാനമാണ് എന്നുള്ളത് കൂടി ചർച്ച ചെയ്യേണ്ട ഒരു ഘട്ടമാണെന്ന് ഞാൻ കരുതുന്നു. കാരണം പലപ്പോഴും കെട്ടിച്ചമച്ച വാർത്തകളും കിട്ടുന്ന വാർത്തകളും മാത്രം വിശ്വസിക്കുന്ന അവസ്ഥ വരുമ്പോൾ ഉണ്ടാവുന്ന അപകടങ്ങളുണ്ട്. അത് ഞാൻ പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനം എന്ന നിലയിൽ എന്തെങ്കിലും ചില സംഭവങ്ങൾ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ടല്ല. ഏത് സാഹിത്യ സൃഷ്ടി എടുത്താലും അത് ആ കാലത്തെ സാമൂഹ്യ ജീവിതം പ്രതിഫലിപ്പിക്കുന്നതായിരിക്കും. അതിനകത്തെ കുറെ ഭാഗങ്ങൾ ഇപ്പൊ ഏത് തരത്തിൽ എഴുതിയാലും എന്തായാലും അതിനകത്തൊരു നമുക്കത് അരിച്ചു നോക്കേണ്ടി വരും എന്നാണ്. എന്നാൽ ഏത് സാഹിത്യത്തിലുണ്ട്. വളരെ കോവിഡ് വന്ന സമയത്താണ്, കോവിഡിനെ സംബന്ധിച്ച് ഇനി ഒരു 10, 30, 50 കൊല്ലം കഴിഞ്ഞ് വായിക്കുന്ന ആൾക്ക് പലപ്പോഴത്തെ ചെറുകഥകളിലും ഒക്കെ വന്ന കോവിഡിന്റെ അനുഭവത്തെ പറ്റി ചില അനുഭവങ്ങളാണ്. ഇത് ഞാൻ പറഞ്ഞത് കോളറ എന്ന് പറയുന്ന വളരെ അപകടകരമായ രോഗം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. വസൂരിയും ചിക്കൻ ബോക്സും ഒക്കെ വന്നതുപോലെ കോളറ. അന്നാണ് മലയാളി ചൂടുവെള്ളം കുടിക്കാൻ തുടങ്ങിയത്. തിളപ്പിച്ച വെള്ളം ആറ്റി കുടിക്കുക എന്ന് പറയുന്നത് ആ സമയത്താണ്. വെള്ളം വഴി പടരുന്ന രോഗങ്ങൾ. അപ്പൊ അതിനകത്ത് ബഹുമാനായ MDയുടെ പ്രശസ്തമായ ഒരു നോവൽ, അദ്ദേഹം കൂടിയിരിക്കുന്ന ഒരു വേദിയിൽ ഞാൻ പറഞ്ഞ എന്തായിരുന്നു കോളറയുടെ അനുഭവം എന്ന് വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു കഥാപാത്രം കോഴിക്കോട് പോയിട്ട് ജോലിയൊക്കെ നല്ല രോഗതുളകാത്തനായ ചെറുപ്പക്കാരൻ, പേര് ഞാൻ കഥാപാത്രത്തിന്. അദ്ദേഹം ഈ ചെറുപ്പക്കാരൻ നിന്ന് നല്ല ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു 1-2 മാസത്തിന് ശേഷം വീട്ടിലേക്ക് വന്ന് ഇറങ്ങുകയാണ് അവിടെ ജംഗ്ഷനിൽ. അതാണ് നല്ല പടയ്ക്കുന്ന മത്തി, ഒരു കോമ്പൽ എന്ന് പറഞ്ഞ മല കൊണ്ടുള്ള ഇവിടെ കൊണ്ടുപോകുന്ന കാലമുണ്ട്. അത് മേടിച്ചിട്ട് വീട്ടിൽ പോയി. ആ ഒരു രംഗം അവിടെ കഴിഞ്ഞു. പിന്നീട് ഒരു
രണ്ടധ്യായം മറ്റോ കഴിഞ്ഞിട്ടാണ് ഇയാൾ മരിച്ചു പോയതിനെ പറ്റി പരാമർശിക്കുന്നത്. ഇയാൾക്ക് വയറ്റിന്ന് പോക്ക് രോഗമായിരുന്നു. കോളറ എന്ന് വലിയ തോതിലുള്ള, അപ്പം മീനൊക്കെ മത്തിയൊക്കെ കഴിക്കുന്നിടത്താണ് കോളറ വലിയ തോതിൽ പടരുന്നതിന്റെ ഒരു കഥയാണ് നമ്മൾ വേറെ ഒന്നും വായിച്ചിട്ടുണ്ട്. അപ്പം ഒരു നോവലിനകത്ത് ഒരു ഭാഗം ഇങ്ങനൊന്ന് 2-4 പാരഗ്രാഫിൽ പരാമർശിച്ചാൽ പോലും നമുക്ക് ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു രോഗത്തെയും അതിന്റെ സ്വഭാവത്തെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഈ ഹിസ്റ്ററിയില് എഴുതപ്പെട്ട ചരിത്രരേഖകളിൽ എഴുതപ്പെട്ട ചരിത്രത്തിന്റെ രചനാരീതി മാത്രമല്ല, ചരിത്രം പലപ്പോഴും നമുക്ക് പല അതിന്റെ അംശങ്ങളും കിട്ടുന്നത് ഇത്തരം വായനയിൽ നിന്നാണ്. അവിടെയാണ് കണ്ടംപററി റീഡിങ് വളരെ പ്രധാനമാകുന്നത്. അതിനകത്ത് പൊളിറ്റിക്സ് ഉണ്ടാവാം, അതിർത്തിയിലെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, പാലസ്തീനിലെയും ഇസ്രായേലിലെയും കാര്യങ്ങൾ ഉണ്ടാവാം, ഡ്രോണും യുദ്ധങ്ങളും ഒക്കെ നടക്കുന്ന റഷ്യയും ഉക്രൈനും ഉണ്ടാവാം, മധ്യേഷ്യയിലെ കാര്യങ്ങളുണ്ടാവും, ഇതെല്ലാം ഉണ്ടാവാം. അപ്പോൾ ഈ വായന, ലോക വിവരം, അതിന് ഇത്തരം സമഗ്രമായ വായനയും സ്പെസിഫിക് ആയ വായനയും സഹായിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ആ വായന ഒഴിവാക്കാൻ പറ്റില്ല. നമുക്കിപ്പോ കഥ എഴുതണമെങ്കിൽ ഏതെങ്കിലും ടൂളിനോട് ചോദിച്ചാൽ മതി. കഥ അത്യാവശ്യം എഴുതുന്നൊക്കെ ഇപ്പൊ എല്ലാവർക്കും അറിയാം. ChatGPT വന്ന സമയത്ത് ഞാനൊരു ഇങ്ങനെ പറഞ്ഞ കേട്ടോ നോക്കാന്ന് വെച്ചിട്ടൊരു ക്വസ്റ്റ്യൻ ഇട്ടു. ആന കാര്യമായിട്ട് ഇറങ്ങി വഴിയിലൊക്കെ മറ്റേ ഒറ്റക്കൊമ്പൻ മറ്റേ ഇതൊക്കെയുള്ള ആ സമയമാണ് നമ്മുടെ കുടിച്ചോണ്ടൊക്കെ പോയല്ലോ ഇടുക്കിന്നൊക്കെ. അപ്പോ ഒരു കഥ ഇങ്ങനെ കലാപകാരിയായ അക്രമിയായ ഒരു ആനയെ പറ്റി ഒരു കഥ. അപ്പൊ 3 പാരഗ്രാഫിൽ ഒരു കഥ എഴുതി കിട്ടി. ഈ ആനയുടെ കുട്ടിയായിരുന്നപ്പോ ഈ ആനയുടെ അമ്മ ആനയുടെ അമ്മയെ വേട്ടക്കാരെ ഉപദ്രവിച്ചു കൊന്നു. അതോടുകൂടി ഈ കുട്ടിയാനയ്ക്ക് മനുഷ്യനോട് വിരോധമായി. അങ്ങനെ അവൻ ഭയങ്കര റിബലായിട്ട് വളർന്നു. പിന്നെ എല്ലാവരും ഉപദ്രവിക്കും. അപ്പൊ അങ്ങനെ ആ കഥ 3 പാരഗ്രാഫുള്ള കഥയില് എന്തുകൊണ്ടാണ് ഈ ആനക്കുട്ടി പിന്നീട് ഒരു അക്രമകാരിയായ ആനയായി എന്നുള്ളതിനുള്ള റീസണിങ് ഈ ChatGPT എഴുതിയതാണ്. കഥയൊക്കെ അങ്ങനെ എഴുതാം. കഥയെ പറ്റിയുള്ള പിന്നെ വീണ്ടും ഒന്നുകൂടെ അപ്ഗ്രേഡ് ചെയ്യാൻ പറഞ്ഞാൽ വീണ്ടും അപ്ഗ്രേഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അതുപോലെ ഏത് കാര്യവും അപ്ഗ്രേഡ് ചെയ്യും. പക്ഷെ അതുകൊണ്ട് മനുഷ്യന്റെ മാനവികമായ മനസ്സിനകത്തുനിന്ന് വരുന്ന പരസ്പര ബന്ധം എന്നുള്ള കാര്യങ്ങളൊന്നും വരില്ല. വായനയ്ക്കും ആ പ്രത്യേകതയുണ്ട്. വായന എല്ലാം ഒരു ഏറ്റവും ഘടനാപരമായ വളരെ കൃത്യമായിട്ട് തയ്യാറാക്കിയ ഒരു സാധനം, അത് സിനിമയായിക്കോട്ടെ, കഥയായിക്കോട്ടെ, നോവലായിക്കോട്ടെ, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. എന്ന് പറയുന്ന പോലെ ഭാവിയിൽ ഏത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നാലും തകരാതെ നിൽക്കുന്ന മേഖലകൾ എന്ന് പറഞ്ഞാൽ ആർട്ടും കൾച്ചറും സ്പോർട്സും ആണെന്ന് എല്ലാവരും പറയാറുണ്ട്. കാരണം എങ്ങനെ സ്പോർട്സിന്റെ കാര്യത്തിനകത്ത് തയ്യാറാക്കിയാലും ഓരോ ബോളും അടിക്കുന്ന ഫുട്ബോളില് ഷൂട്ട് ചെയ്യുന്ന ഒരു ഫോർവേഡ്, പിടിക്കാൻ പോകുന്ന ഗോളി, ഒരു ബോള് ബൗൾ ചെയ്യുന്ന പിന്നെ ബൗളറും ബാറ്റ്സ്മാനും, ഒരു പെയിന്റിങ്ങിനകത്ത് പ്രത്യേകത കാണിക്കുന്നത്, എഴുത്തിനകത്ത് പ്രത്യേകത കാണിക്കുന്നത്, ഇതൊക്കെ സാധാരണഗതി അങ്ങനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെ ലോകത്ത് വരുന്ന പുതിയ ശാസ്ത്ര സാങ്കേതിക മേഖല വഴി പരിഹരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട് ആളുകൾ, ഈ പ്രഗത്ഭരായ ആളുകൾ. അതുപോലെ തന്നെയാണ് പെർഫോമിംഗ് ആർട്സ്. പെർഫോമിംഗ് ആർട്സ് ഒരേ ഇനം തന്നെ ഡാൻസ് ചെയ്യുന്ന ഒരു പെർഫോമറും വേറൊരു പെർഫോമറും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. എല്ലാം പഠിപ്പിക്കുന്ന ഓരോ സ്ഥലത്ത് തന്നെയാണല്ലോ. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങളിലെ അനുഭവം, അതിന്റെ ഓരോരുത്തരുടെയും മനോധർമ്മമെന്ന് കലാപ്രവർത്തനങ്ങളിൽ കഥകളിയിലൊക്കെ പറയുന്നത് പോലെ തന്നെ വക്കീല് ഒരേ IPC തന്നെയാണ്. ശിക്ഷിക്കാനും പോലീസുകാർ തയ്യാറാക്കുന്ന IPCയുടെ പ്രൊഫഷൻ അനുസരിച്ച് തന്നെയാണ് വക്കീൽ അപ്പുറത്ത് വാദിക്കുന്നത്. അത് വരുന്ന വക്കീലന്മാരനുസരിച്ചിട്ടാണ് ഭാഗത്തിന്റെ സ്വഭാവം മാറുന്നത്. എന്ന് പറയുന്ന പോലെ ഈ ഹ്യൂമൻ ആസ്പെക്ട് ഇതിലൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. അവിടെയാണ് മനുഷ്യത്വത്തിന്റെയും മാനവികതയുടെയും പരസ്പര ബന്ധത്തിന്റെയും ഒക്കെ പ്രാധാന്യം വരുന്നത്. അവിടെ ആണ് ഈ ലൈബ്രറി പ്രസ്ഥാനം, വായന, പൊതുവിലുള്ള ഒരുമിച്ചുള്ള പ്രവർത്തനത്തിന്റെ ഒക്കെ പ്രാധാന്യം വരുന്നത്. അതുകൊണ്ട് ആ മേഖലയിൽ കൂടുതൽ ആളുകൾ വായിക്കാനും ഇടപെടാനും തയ്യാറാവുന്നതിന് അവര് ഇപ്പോഴും രംഗത്ത് കൊണ്ടുവന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. ഇത് പൊതുവിലൊരു കാര്യമാണെങ്കിൽ അതോടൊപ്പം തന്നെ ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ കാര്യം കളക്റ്റീവായി വർക്ക് ചെയ്യുന്നതിനെ പറ്റി ആളുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ലൈബ്രറി പ്രസ്ഥാനം പോലൊരു പ്രസ്ഥാനം നമ്മുടെ നാട്ടിലുണ്ടോ എന്നുള്ളത് ചിന്തിക്കുന്നത്. ഏത് വാർഡിലും 2, 3, 4 വാർഡിൽ ചേരുന്ന സ്ഥലത്തും ഒരുമിച്ച് ആളുകൾ വന്നിരിക്കാനും വായിക്കാനും. പണ്ടാണെങ്കിൽ പത്രമൊന്നും കിട്ടുന്ന കാലമല്ല. പത്രമൊക്കെ വളരെ ദൂരെ കൊണ്ടുവന്നിട്ട് സ്വാതന്ത്ര്യ സമരം പോലെയുള്ള മഹാ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സമയത്ത് പോലും ലൈബ്രറികളും വായനയാണ് പ്രധാനം. ഇപ്പൊ ആ മിനിറ്റിൽ ആ സെക്കൻഡിൽ കിട്ടും നിങ്ങൾക്ക് ഏത് ലോക വാർത്തയും. പക്ഷേ മഹാത്മാഗാന്ധി ഇന്ന കാര്യം ഇന്നത് അനൗൺസ് ചെയ്തു എന്ന കാര്യം ചിലപ്പോൾ ഒരാഴ്ച കൊണ്ടായിരിക്കും നാട്ടിൽ വരുന്നത്. പക്ഷെ കല്ലച്ചിലടിച്ച
പത്രം കൊണ്ടുവന്ന് ഒരു പൊതു ലൈബ്രറി വെച്ച് കിലോമീറ്ററുകൾ നടന്നു വന്ന് ആളുകൾ വായിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്തും പോലീസിനെയും അന്നത്തെ പട്ടാളത്തെയും അതിശയിപ്പിച്ചുകൊണ്ട് ഈ മൂവ്മെന്റ് നാട്ടിലാക്കി നടന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഇന്നത്തെ പോലെ ആധുനിക സാങ്കേതിക വിദ്യ ഒന്നും ഉണ്ടായിരുന്നില്ല. കണ്ണൂർ ഉൾപ്പെടെ എത്രയോ വലിയ സമരങ്ങളുടെ അടിസ്ഥാനം ആ മുന്നോട്ട് പോക്കലിനൊക്കെ ഈ വായനയുടെ കളക്റ്റീവായി നടക്കുന്ന, ഒരുമിച്ച് ചേർന്ന മനുഷ്യൻ നടക്കുന്ന കാര്യങ്ങൾ, ഒരുമിച്ച് ചേരുന്ന, വീടിനകത്തേക്ക് ഒറ്റപ്പെട്ട എല്ലാ വിവരം കിട്ടിയിട്ട് നമ്മൾ ഒറ്റയ്ക്കായിട്ടൊന്നും കാര്യമില്ല. ഇൻഫർമേഷൻ കിട്ടും, വീടിനകത്ത് നിന്ന് എല്ലാം കിട്ടും. പക്ഷെ ആ ഇൻഫർമേഷൻ എങ്ങനെ ഒരു എഫക്റ്റീവായിട്ട് അതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നതിന് മനുഷ്യന്റെ പരസ്പരമുള്ള ഇടപെടൽ ആവശ്യമുണ്ട്. ഇൻഫർമേഷൻ എല്ലാവർക്കും ഒരേപോലെ കിട്ടും, ഇന്റർപ്രിട്ടേഷൻ വളരെ പ്രധാനമാണ്. സാമൂഹികമായിട്ട് ഒരുമിച്ച് അതിന് ലൈബ്രറി പോലെയുള്ള ഗ്രന്ഥശാലാ സംഘങ്ങളും ക്ലബ്ബുകളും പോലുള്ള മേഖലകളും വളരെ പ്രധാനമാണ്. വെറും പുസ്തകം കിട്ടൽ മാത്രമല്ല, ആ ഇന്ററാക്ഷൻ വളരെ പ്രധാനമാണ്. അതാണ് എല്ലാ ഗ്രാമങ്ങളിലെയും എല്ലാ പഞ്ചായത്ത് വാർഡുകളിലും ഒരു ലൈബ്രറി ഉണ്ടാവുക, ലൈബ്രറി പ്രവർത്തകർ ഉണ്ടാവുക എന്നുള്ള പ്രവർത്തനത്തിന്റെ ഗുണം. ഇത് നന്നായിട്ട് നടത്തുന്ന അനുഭവമുള്ള ആളുകളാണ് ഇവിടെ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനൊരു ഇനിഷ്യേറ്റീവിന് എല്ലാ ആശംസകളും നേരുന്നു. ഇവിടെ നടത്തുന്ന, ഇതിൽ തുടർച്ചയായിട്ട് നടത്തുന്ന ആധുനികവൽക്കരണത്തിന്റെ ഭാഗമാണ്. നമ്മൾ പറഞ്ഞതെല്ലാം വരുമ്പോൾ ആധുനികമായിട്ടുള്ള കാര്യങ്ങൾ വേണം. കമ്പ്യൂട്ടറും ഇപ്പോൾ ലൈബ്രറി തന്നെ പലയിടത്തും ഈ റീഡറുകളും ഒക്കെ കൊടുക്കുന്ന ലൈബ്രറികൾ ധാരാളമുണ്ട്. ആ ആധുനികവൽക്കരണവും വളരെ പ്രധാനമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്തരൊരു പരിപാടി സംഘടിപ്പിച്ച നമ്മുടെ ഇതിന്റെ സംഘാടകർ, ഇതിനകത്ത് ലൈബ്രറി കൗൺസിലുണ്ട്, പൊതുവെ ഈ നമ്മുടെ ഇനിഷ്യേറ്റീവ്, ഈ ലൈബ്രറി ജില്ലയിലായുള്ള ഇവിടെ തന്നെ ഈ ഒരു ഓൾ ഇന്ത്യ ലൈബ്രറി കോൺഗ്രസ് നടത്തിയിരുന്നു ഇവിടെ തന്നെ, ഇതിന്റെ നേരത്തെ ഇതിന്റെ സംഘാടകർ നിലയിൽ. അപ്പൊ ഇങ്ങനെ പ്രവർത്തനം നടത്തും. ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തുകളുമായിട്ടെല്ലാം ചേർന്നിട്ടുള്ള പ്രവർത്തനമാണ്. ഇതെല്ലാം ആശംസകൾ നേർന്നുകൊണ്ട് ഈ പരിപാടിയിൽ വരാൻ വേണ്ടിയുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചു.